Hi guys, Assalamu alaikum. Welcome back to my YouTube channel Chipu's Vlog and it's me Chipu here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആടുണ്ടല്ലേ ഞാൻ കണ്ടുപിടിച്ചിരിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സാധാ ഒരു ഡേ ആണ്. ആക്ച്വലി ഞാനിപ്പോൾ കുറച്ചായിട്ട് വീട്ടിലുണ്ട്, ഓഫീസിൽ പോകണില്ല, കാരണം ഓഫീസ് ഞാൻ റിസൈൻ ചെയ്തു. സംഭവം അവിടെ എന്താ പറയുക, വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ റിസൈൻ ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ റിസൈൻ ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വീട്ടിലുണ്ട്. ആൻഡ് എൻ്റെ കാക്ക നാട്ടിലെത്തിയിട്ടുണ്ട്, ഒരു മാസം കാക്ക നാട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു ജോബിൽ കയറാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ഓൾറെഡി ഓഫീസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ സീസൺ കഴിയാനായിട്ടാണ്, മഴക്കാലത്ത് അങ്ങനെ വർക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് പേഴ്സണൽ വർക്ക്സ് എടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇസ് ലൈക്ക് ഇന്ന് മുഹറം 10 നോമ്പുണ്ട്. അപ്പോൾ അതൊക്കെ റാൻഡം ക്ലിക്ക് എടുക്കാമെന്ന് കരുതി, വീഡിയോയുടെ ബ്ലോഗ് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാനിപ്പോൾ പൊതുവേ നല്ല ലേറ്റായിട്ടാണ് എണീക്കാറ്. രാത്രിയൊക്കെ ഞാനതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല എഡിറ്റ് ചെയ്ത് നല്ല ഒരു 2 മണി 3 മണി നേരത്താണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത്. എന്നിട്ട് രാവിലെ ഒരു 11 മണിക്ക് എണീക്കും. ചിലപ്പോൾ ലഞ്ച് സ്കിപ്പ് ചെയ്യും, ഞാൻ ബ്രഞ്ച് പോലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം നോമ്പായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാൽ രാവിലെ എണീറ്റിട്ട് ഞാൻ വെച്ചാൽ കുറച്ചുകൂടി ലേറ്റായിട്ട് നമുക്ക് എണീക്കാം, അപ്പോൾ ആ വിശപ്പോഴും പോരെന്ന് കരുതിയിട്ട്. പക്ഷേ 8 മണിക്ക് തന്നെ ഒപ്പം തൊട്ട് വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ എണീക്ക് ഒഴിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിച്ചിലിൻ്റെ അവിടെ പോയി. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇടാം. അങ്ങനെ നല്ല ഒച്ച ഉണ്ടായിരുന്നല്ലേ, ഉമ്മ അവിടെ എന്തോ യൂട്യൂബിൽ കാണാൻ തോന്നും. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ പൊതുവേ ഞാൻ ചെയ്യാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യും, പേഴ്സണൽ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വർക്ക് ചെയ്യും. പക്ഷെ ഇന്ന് അതും ഇല്ല, കാരണം എൻ്റെ ലാപ്പ് ഞാൻ നേഹ കൊടുത്ത്, നേഹക്ക് ഇന്നത് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അവൾ ലാപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ ലാപ്പ് കൊടുത്തു. അപ്പോൾ എനിക്ക് മുമ്പിൽ ചെയ്യണം. ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യും, വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ വെറുതെ ഇരിക്കേണ്ടല്ലോ, വ്ളോഗ് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് വന്ന സ്ഥിതിക്ക് എന്തായാലും നാട്ടിൽ നിന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാ ഇനി വരും കമ്മിങ് ഡേയ്സിൽ ഞാൻ വ്ളോഗായിട്ട് ഇടാവുന്നതാണ്. ഇപ്പോൾ ടൈം വന്നിട്ട് 12 മണി കഴിഞ്ഞു. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. സിമ്പിൾ ഡേ ആണെന്ന്. അപ്പോൾ നമുക്ക് മൊഹറം സ്പെഷ്യൽ, നോമ്പ് സ്പെഷ്യലായിട്ട് എന്താണ് അൽഫാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, നമുക്ക് കാണാം. നായക്കുട്ടി പോയേ. സോംബിയെ ഇവിടെ അമ്മ. നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ നിലക്ക് വന്നിക്കാണ്. അപ്പം അടിയിൽ ഭയങ്കര ഇറിട്ട്. അപ്പം കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, വേറെ ഒന്നല്ല. ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ചായി, അടുപ്പിച്ചിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. ഞാൻ പേഴ്സണലി ആർക്കും അങ്ങനെ എന്താ പറയുക ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. ഇങ്ങനെ ഒന്ന് കാണുമോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആൻഡ് കാണാതെ ഒരു അഹങ്കാരമായിട്ട് പറയല്ലോ കേട്ടോ ഞാൻ. അത് എന്താ പറയുക, ഐ ഡോണ്ട് വാണ്ട് ടു ഫോഴ്സ് ദ പീപ്പിൾ ടു വാച്ച് മൈ വീഡിയോ. ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ വീഡിയോസ് കാണിക്കണമെന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ കാണുക. എന്നാലാണ് അതൊരു എന്താ പറയുക കാര്യത്തോടുള്ള കാണലാവുള്ളൂ. ഇല്ലെങ്കിൽ അത് കണ്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ആവും കാണണം. അപ്പോൾ അതിന് കാര്യമില്ലല്ലോ, കാണുന്നത് കാണുക, ആ ഒരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ന് വെച്ചാൽ ഞാനിപ്പം വെറുതെങ്കിലും വീഡിയോസിൽ പറയും ഡു ഷെയർ, എന്താണ് സബ്സ്ക്രൈബ്, കമൻറ്റ് എന്നൊക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ. പക്ഷേ എന്താണ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ 500 പേര് കണ്ടെങ്കിൽ കൂടിയും 10 കമൻറ്റ്സ് അങ്ങനെ വരാറുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോ ഓക്കെ ആണോ. അല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ആരും പറയലില്ല എന്നോട്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ വീഡിയോ നമ്മൾ കാണുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയണില്ല ആരെയും. അതുകൊണ്ടാണ്. അപ്പോൾ അതെനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനത്തെ കണ്ടൻസാണ് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പെടുന്ന രീതി ഓക്കെയാണ്, ഞാൻ സംസാരിക്കുന്ന ഓക്കെയാണ്, ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വീഡിയോസ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഒന്ന് സജഷൻസ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ അടിയിലൊന്നും ഇടണം. ദിസ് ഇസ് എ റിക്വസ്റ്റ്. കാരണം എനിക്ക് അറിയുന്നില്ല ആക്ച്വലി. ഓക്കെ ആണ് ഞാൻ പറയുന്നില്ല, എന്നോട് ആ സജഷൻസ് ഒന്നും പറയാറില്ല അങ്ങനെ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞത് വീഡിയോ കാണാൻ. ഞാൻ കാണാറുണ്ട്, ഞാൻ ഷെയർ ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, ഇവർ കാണാറുണ്ടോ, കാരണം എനിക്കറിയില്ല. അപ്പോൾ ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക, അത് ഓക്കെ ആണെല്ലെങ്കിൽ സജഷൻസ് പറയാം, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ,
അങ്ങനെ കഴിച്ച് ഞാൻ കുറച്ച് നേരം കിടന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ എന്തമ്മ അപ്പോൾ എനിക്ക് ഇപ്പോൾ അൽഫാമിനുള്ള റെഡിയാക്കിയിട്ട് ഓരോന്നിനെ വെച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ നോക്കാം. ഓരോ സാധനങ്ങൾ കാണിച്ചിടാം. മല്ലിച്ചപ്പുണ്ട്, പിന്നെ ഉള്ളി, സവാള, അപ്പം മൊത്തം ഓക്കെ, തക്കാളി, മുളക്, വെളുത്തുണ്ട് രണ്ട് സെറ്റ് വെളുത്തുള്ളി ഓക്കെ. പിന്നെ എനിക്ക് കുക്കിങ് അത്രയും അറിയില്ല. സാഹചര്യം വന്നാൽ കുക്ക് ചെയ്യും. മിക്ക ടിപ്പിക്കൽ ഗേൾസിനെ പോലെ എന്താ പറയുക, സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. എല്ലാവരും സാഹചര്യം വന്നാൽ ഉണ്ടാക്കും, അത്ര തന്നെ. അതുകൊണ്ട് ഇത് വന്നിട്ടില്ല. ഉണ്ടാക്കണം തോന്നി ഉണ്ടാക്കും, അല്ലാണ്ട് വേറെ പക്ഷെ എന്നാലും കൂടുതൽ ഇതിൽ ഞാൻ കൈ കടത്താറില്ല. ഓക്കെ, അതാണ് എനിക്ക്. അപ്പം ഒന്ന് ഫുള്ളി കുക്ക് ചെയ്യുന്നത് ഉമ്മയാണ്, അല്ലെങ്കിൽ ഉമ്മനെ കുക്ക് ചെയ്യാറ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു തരാം, എങ്ങനെയൊക്കെയാണ് അൽഫാം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇത് 1.5 കിലോ ചിക്കൻ. പിന്നെ ഇത് പൊടിക്കാളല്ലോ മല്ലി, മുളകും, ചെറിയ ജീരകം, വലിയ ജീരകം അവിടെ. ഓഹോ, ഞാൻ 2 കിലോ ഉണ്ട് ഗൈസ്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇപ്പം ഉണ്ടാക്കിയത് ഗൈസ്. അടുത്തെന്താ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെ, വെളുത്തുള്ളി പേസ്റ്റ് വേറെ. നമ്മൾ എന്ത് ചെയ്യും, ചിക്കനിൽ കൊണ്ടിട്ട് ഇടണം അല്ലമ്മ? എല്ലാം ഇട്ടോ നൂറോ കയ്യേ ഓക്കെ. മൊത്തടോ 2 സ്പൂൺ 3 ചെറുനാരങ്ങ, ഉപ്പല്ലേ ചെറുനാരങ്ങ 1 സ്പൂൺ, 1.5 സ്പൂൺ കൂട, 1.5 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കൂടിപ്പോയാ ഓക്കെ. നാരങ്ങ, 1 നാരങ്ങ. ഉമ്മൻ്റെ ഗൈഡിങ് ഞാൻ ഉണ്ടാക്കും, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, മതിയാ? ഇനി വേണോ നാരങ്ങ? ഗൈസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടോ എങ്ങനെയാണ് അൽഫാം. കൊള്ളാലോ. എന്താ ഉണ്ട് കുരുമുളക് എത്ര ഇടണം? ചെറിയ സ്പൂണില്ലേ? നല്ല എരുള്ള അൽഫാമാണ് ഗൈസ്. ഇനി ഇടണോ? മതിയാ? എന്താ കുഴക്കണം ഗൈസ്? എരിയോ കൈ? ഉറപ്പല്ലേ? അല്ല അതിന് പുറത്ത് കഴിഞ്ഞു ഗൈസ്. ഞാൻ കുഴക്കണം ഗൈസ്. തന്ത്രപരമായി എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണം ഡൗട്ട്. ഞാൻ കുഴച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ കുഴച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം വെക്കാം. ഓക്കെ, അപ്പോൾ ആ നേരം നമുക്ക് മസാല പൊടിക്കണം. പൊടിക്കാം. ഓക്കെ, സെറ്റ്. ചെറിയ ജീരകം 2 ടീസ്പൂണ്, വലിയ ജീരകം 2 ടീസ്പൂണ്, മല്ലി 3 ടീസ്പൂൺ, ഉണക്കമുളക് 10. പൊടിച്ചിട്ടപ്പോൾ ഞാൻ എന്തൊക്കെയാ മല്ലി ഇതൊക്കെ ഇട്ടിട്ട് മല്ലി, ഉണക്കമുളക്, നല്ല ജീരകം, പെരിയ ജീരകം. ഇനി അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി, പിന്നെ തക്കാളി 2 പച്ചമുളക്, പിന്നെ ഒരു സവാള, പിന്നെ പുതിന. നല്ല ഇഷ്ടം മല്ലിച്ചപ്പ്. അല്ല, മല്ലിച്ചപ്പ് മാറിപ്പോയി. മല്ലിച്ചപ്പ്, പിന്നെ 1 സ്പൂണ് സുർക്ക. അത്ര വേണമല്ലോ. സുർക്ക കുറച്ചും കൂടി ഇട്ടു മതി. ഇനി ഒരു മുള്ളുപ്പായിൽ ഉപ്പുണ്ടല്ലോ, മസാല ആൾക്കാർ ഉപ്പ് ഉപ്പുണ്ട്. അപ്പം അത് റെഡി.
നല്ല പേസ്റ്റ് പോലെ അരക്കാം. വെള്ളം ഒഴിക്കണ്ട. അങ്ങനെ പേസ്റ്റ് പോലെ. ഇതാണ് നമ്മുടെ കോർ മസാല, നമ്മുടെ ചിക്കൻ്റെ മേലെ മാഗ്നേറ്റ് ചെയ്യാൻ പോകുന്ന സാധനം. നമ്മൾ ചിക്കനിൽ ഈ മസാല മാഗ്നേറ്റ് ചെയ്യാൻ പോകാം. ചിക്കൻ ആദ്യം വൈകിക്കണ്ട, 10 മണി വൈകി. കളറ് വേണ്ടെങ്കിൽ കളർ കൂട്ടാം. നമുക്ക് എത്ര മണിക്കൂർ വെക്കണം? നമുക്കൊരു 4 മണിക്ക് എടുക്കാം. 2 മണി 4 മണിക്ക് 2 മണിക്കൂർ എത്രത്തോളം വെച്ച് അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ? ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് എടുത്താൽ മതി. ഹായ്, അപ്പോൾ ഇപ്പോൾ ടൈം വന്നിട്ട് 5. എത്ര മണിയാണ്? 5 മണിയാണ്. 5 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാം. എൻ്റെ കണ്ണാരും ഇതാവണ്ട, ഇത് ചാർജിന് കുറഞ്ഞു വരുന്നുണ്ട്. ഇത്രയും നേരം കുറേ നേരം വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. ഇപ്പോൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നിട്ട് ഇങ്ങനെ പൊരിക്കാം. ഓക്കെ, നമ്മളിതാ ചട്ടിയോടെ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാൻ വെച്ച് ബട്ടർ ഒഴിച്ചാലോ, പിന്നെ സൺഫ്ലവർ ഓയിൽ മതി വിചാരിച്ചു. അത് നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ഇത് നല്ല സ്മെല്ലൊക്കെ കിട്ടണേ. നമ്മളൊരു ഇത് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. ചിക്കൻ അവിടെ ആവണുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം. കുറേ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, ഈ 2 ഫ്രൂട്ട്സും. കാരണം ഹെവിയായിട്ട് നമുക്ക് അൽഫാം കഴിക്കേണ്ടതല്ലേ. ആ പാകത്ത് മാത്രമേ. പിന്നെ നമുക്ക് അനാറ് ജ്യൂസ് അടിക്കാം. ഇത് വാങ്ങാൻ ഭയങ്കര മധുരമുണ്ട്. അൽഫാമിൽ മെയിൻ സംഭവമാണ് ഈ കണൽ ഇടുന്നത്. ലാസ്റ്റ് പാർട്ട് ഇതിൽ വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പാത്രത്തിൽ ഇതുപോലെ എന്താണ് ഓക്കെ പാത്രത്തിൽ നമ്മൾ തീയാക്കിയിട്ട് എടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്നിട്ട് ഇതിനുള്ളിൽ വെക്കും. ഓക്കെ, നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. ആ ഒരു പോകാം. ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഒക്കെ നല്ല കഴിക്കണേ. അനാറ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അനാറ് എടുക്കുന്നത്. അങ്ങനെ അടിച്ചാൽ പെട്ടെന്ന് വരും. നിങ്ങൾക്ക് അനാർ ഷേക്ക് ഉണ്ടാക്കാം. ആദ്യം അനാർ ഷേക്ക് അടിക്കാം. അനാർ എടുത്തിട്ടുണ്ട്, 2 അനാർ കട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി കട്ടപ്പാൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെച്ചിട്ടുണ്ട്, നമുക്ക് എടുക്കാം. എന്ത് ടെൻഷൻ ആക്കണേ. ആക്ച്വലി ഞാനങ്ങനെ ഷുഗർ പേഴ്സൺ അല്ല, പക്ഷെ എനിക്ക് ഷേക്ക് ജ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. നമ്മളിത് തിരിച്ചെടുക്കാം.
ജ്യൂസ് റെഡി ആയി 2 ലെയറായിട്ട് കിടക്കുന്നുണ്ട്. ഇനി കുറേ വലിയ പണികളൊന്നുമില്ല. അൽഫാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ കാണാം. ഓക്കെ. ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞ് അൽഫാം കഴിക്കാൻ സൗണ്ട് ഉണ്ടോന്ന് അറിയില്ല. പുറത്ത് നല്ല മഴ ഇടുന്നിരിക്കണം. ചെറിയൊരു കഷ്ണം പുറത്തോട്ട് ഞാൻ വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്താറ്. അൽഫാം വന്നിട്ട് പറഞ്ഞു. അൽഫാം വന്നിട്ട് കണ്ടിട്ടാണ്. സെറ്റ് വ്ളോഗെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കില്ല. ഞാൻ ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയും വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.